ഗൈസ്, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് പറയാൻ വരുമായിരുന്നു. ആക്ച്വലി അബുദാബി ഡ്യൂട്ടി ഫ്രീ നിന്ന് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 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 ബോക്സ് കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. 3 കുപ്പി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ സിംഗിൾ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈ എനിക്ക് വേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ഇവർ കയ്യിൽ കുപ്പി അലോ ചെയ്യത്തില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെട്ടി സ്കാൻ കഴിയുമ്പോൾ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് ലഗേജ് ബോക്സിൽ ഇതിട്ട് വിടുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ അവരത് കൊണ്ടുപോകാൻ അലോ ചെയ്യില്ല ഗൈസ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മെയിൻലി ഇൻ്റർനാഷണൽ ടു ഡൊമസ്റ്റിക് ചേഞ്ച് ആയിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ആകാശ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. നമ്മുടെ സ്വന്തം കൊച്ചിയുടെ ഗൂഗിൾ മാപ്പ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. ഏകദേശം കൊച്ചി എത്താറായി. അങ്ങനെ ഗൈസ് 2 മണിക്കൂർ ഫ്ലൈ ചെയ്ത് ഏകദേശം 12:15 ഞാനിവിടെ കൊച്ചി വന്നിറങ്ങി. ഗൈസ് ഇതൊരു വളരെ ടയേർഡാകുന്ന ഒരു യാത്രയായിരുന്നു ഗൈസ്. കാരണം നമ്മൾ പെട്ടി തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ അഹമ്മദാബാദിലെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ, അതും ഭയങ്കര സീനായിരുന്നു ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന ഈ പാവത്തിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. നമ്മളങ്ങനെ എയർപോർട്ടിന് പുറത്തിറങ്ങി. എനിക്ക് പോകേണ്ട വണ്ടി വന്നു. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുടെ കാണുന്നവരെ ബൈ.